പണ്ട് കാലത്ത് കർക്കിടകക്കഞ്ഞി ഉണ്ടാക്കുന്ന രീതിയെപ്പറ്റി പറയുകയാണ്. ഞങ്ങളുടെയൊക്കെ ചെറിയ പ്രായത്തിൽ ഞവരയരി അടുപ്പിലിട്ട് വേവിച്ച് മൺകലത്തിലിട്ട് വേവിച്ച് അത് വെന്ത് പരുവാകുമ്പോൾ കുറുന്തോട്ടി, ശതാവരി, രാമച്ചം, അങ്ങനെ തൊടിയിൽ കിട്ടുന്ന പച്ചമരുന്നുകൾ എല്ലാം ഗുണമുള്ളതാണ്. തൊട്ടാവാടി എല്ലാം സമൂലം ചതച്ച് പിഴിഞ്ഞ് ആ വേവുന്ന കഞ്ഞിക്കകത്തോട്ട് ഒഴിച്ച് തിളപ്പിച്ച് അതിനകത്തോട്ട് തേങ്ങാപ്പാലും പിഴിഞ്ഞൊഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വാങ്ങുക. വെന്ത് കുറുകി വരുമ്പോൾ വാങ്ങുക. രുചിക്ക് വേണ്ടി ഒരു സ്പൂൺ നെയ്യിൽ കുറച്ച് ചുവന്ന ഉള്ളി വഴട്ടി അതിനകത്തിടുക. വാങ്ങി വെച്ച് ചെറിയ ചൂടോടെ എല്ലാവരും കഴിക്കും. എല്ലാവരും കഴിക്കേണ്ട ഒരു കാര്യമാണ് കർക്കിടകത്തിലെ ഈ ഔഷധക്കഞ്ഞി. പൊതുവേ ശരീരത്തിന് നല്ല ഉന്മേഷവും സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് നടുവിന് വേദന, കൈകാൽ കഴപ്പ്, മറ്റ് അസുഖങ്ങൾക്കും പനി വരത്തില്ല, എല്ലാത്തിനും പറ്റിയ ഒരു ഔഷധക്കഞ്ഞിയാണത്. എല്ലാവരും വൈകിട്ട് ഇത് 3-4 സ്പൂൺ കഴിച്ചിട്ട് കിടക്കുന്നത് വളരെ ആരോഗ്യദായകമാണ്. ഇപ്പോൾ അതെല്ലാം പറിച്ചുകൊണ്ട് വരാനുള്ള പാടും ബുദ്ധിമുട്ടും ഒക്കെ കാരണം എല്ലാ പൊടിവകകളും നമുക്ക് കിറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അത് മേടിച്ചും കഞ്ഞി വെച്ച് കുടിക്കുന്നവരുണ്ട്. അതും നല്ലതാണ്. ഇപ്പോഴും പക്ഷേ എല്ലാവരും കർക്കിടക മാസത്തിൽ ഈ കഞ്ഞി വെച്ച് കുടിച്ചാൽ അത് വളരെ നല്ലതാണ്. നമുക്കിന്ന് കർക്കിടകക്കഞ്ഞി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അമ്മ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഞവരേരിയാണ്. ഏകദേശം 1 കപ്പ് ഞവരേരി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഞവരേരി നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. ഇതിന് പകരം നിങ്ങൾക്ക് കുത്തരിയോ അതും അല്ലെങ്കിൽ പൊടിയരിയോ എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ആശാളി ആവശ്യമുണ്ട്. ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ ആശാളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് വെള്ളത്തിൽ ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ആവശ്യം ഉലുവയാണ്. ഞാനിവിടെ ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉലുവയാണ് എടുത്തിരിക്കുന്നത്. ഉലുവയുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയെടുക്കാം. ഇനി നമുക്ക് ആവശ്യം തേങ്ങാപ്പാലാണ്. ഞാൻ ഏകദേശം 1.5 കപ്പ് തേങ്ങാപ്പാൽ ഇവിടെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ചേർക്കാൻ വേണ്ടി ഞാൻ ഒരു 5 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നെയ്യ്. ഈ നെയ്യിൽ ഈ ചെറിയ ഉള്ളി മൂപ്പിച്ച് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കും. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് നമ്മുടെ കഞ്ഞിക്കുണ്ടാവും. അതിനായിട്ടാണ് ഞാൻ ചെറിയ ഉള്ളിയും ഈ നെയ്യും എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന്. ഞാനിത് കുക്കറിലാണ് തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ കുക്കറിലേക്ക് നമ്മൾ കഴുകി എടുത്ത് വെച്ചിരുന്ന ഞവരേരി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന നമ്മുടെ ഉലുവ, അതുപോലെ തന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരുന്ന ആശാളി, ഇവയെല്ലാം ഒന്നിച്ച് ചേർത്ത് ഏകദേശം 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നമുക്കിത് നല്ലപോലെ വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഈ കുക്കർ അടുപ്പത്ത് വെച്ച് നമ്മുടെ അരി നല്ലപോലെ വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 3 അല്ലെങ്കിൽ 4 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം 3 വിസിലായിട്ടുണ്ട്. നമുക്ക് ഇത് ഓഫ് ചെയ്യാം. അതുപോലെ തന്നെ കുക്കർ നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം. ഇപ്പം അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മുടെ അരി നല്ലപോലെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ചിരുന്ന നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്നുകൂടെ ഒന്ന് ചൂടാക്കാം. ചിലയിടങ്ങളിൽ കർക്കിടകക്കഞ്ഞി തയ്യാറാക്കുമ്പോൾ ഇതിനകത്തേക്ക് ശർക്കരയും കൂടെ ആഡ് ചെയ്യാറുണ്ട്. അതായത് ശർക്കര പാനി കാച്ചിയിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഞാൻ പക്ഷേ ഇതിനകത്തേക്ക് ശർക്കര പാനി ചേർക്കുന്നില്ല. ശർക്കരയ്ക്ക് പകരം കരിപ്പൊട്ടി വേണമെങ്കിലും നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഷുഗർ പേഷ്യൻസിനൊക്കെ ശർക്കരയുടെ ഭാഗം അവോയ്ഡ് ചെയ്തിട്ട് ഇതുപോലെ തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിനകത്ത് 1 സ്പൂൺ നെയ്യ് ഒഴിക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന കുഞ്ഞുള്ളിയല്ലേ, അത് നമുക്കിതിനകത്തേക്ക് ഒന്ന് മൂപ്പിച്ച് ചേർക്കാം. അങ്ങനെ ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഞ്ഞിക്ക് ഒരു നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിത് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയായിരിക്കും. അപ്പം ആ ഉള്ളിയിലേക്ക് ആ നെയ്യുടെ ടേസ്റ്റൊക്കെ ഉണ്ടായിരിക്കും. അത് നമുക്ക് ഇനി ഈ കഞ്ഞിക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ കർക്കിടക കഞ്ഞി ഇവിടെ റെഡി ആയിരിക്കുന്നു. ഇനി നമുക്കിത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. ഈ കർക്കിടക മാസത്തിൽ ഒരു നേരമെങ്കിലും നിങ്ങൾ ഈ കഞ്ഞി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് വളരെയധികം ഔഷധമൂല്യമുള്ളതും അതുപോലെ തന്നെ സ്വാദിഷ്ടവുമായൊരു കഞ്ഞിയാണ്. ഇത് സാധാരണ നമ്മൾ ഒന്നുകിൽ ബ്രേക്ക്ഫാസ്റ്റായിട്ട് അതല്ലെങ്കിൽ ഡിന്നറായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഒരു തവണയെങ്കിലും നിങ്ങൾ ഉപയോഗിച്ചിട്ട് എൻ്റെ അഭിപ്രായം അറിയിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലത്തെ പുതിയ പുതിയ റെസിപ്പികളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.